അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അറിയാത്ത അറിവുകൾ. ഇൻഷാ അല്ലാഹ് ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഇന്ന് നാം എല്ലാവരും നമസ്കരിക്കുമ്പോൾ നിസ്കാര സമയത്ത് പല ആളുകളെയും നമുക്ക് കാണാം. പള്ളിയിലൊക്കെ പോയാൽ കാണാം, പള്ളിയിലൊക്കെയാണ് കൂടുതലായി കാണാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുന്നവർ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ആളുകൾ കണ്ണടച്ച് നിസ്കരിക്കുന്നത് കാണാം. ചില ആളുകൾ കണ്ണ് തുറന്ന് നിസ്കരിക്കുന്നവർ കാണാം. ചിലർ കണ്ണ് തുറക്കുന്നു അടക്കുന്നു. അങ്ങനെ ഖുശൂ ലഭിക്കാൻ ഏത് രൂപത്തിലാണോ ചെയ്യുന്നത് നമ്മൾ വീക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ കണ്ണടക്കുന്നതിൻ്റെ മസല നമ്മളാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കാം. കണ്ണടക്കൽ സുന്നത്തായിട്ട് വരുന്ന സമയമുണ്ട്, കണ്ണടക്കൽ നിർബന്ധമായിട്ട് വരുന്ന സമയമുണ്ട്, കണ്ണടക്കൽ കറാഹത്തായിട്ട് വരുന്ന സമയമുണ്ട്. അപ്പോൾ ആ സമയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നിസ്കാരത്തിൽ കണ്ണടക്ക എന്ന് പറഞ്ഞാൽ പ്രത്യേകം കറാഹത്തുകളൊന്നുമില്ല. അതേ സ്ഥാനത്ത് നിസ്കാരത്തിൽ നമ്മൾ എപ്പോഴും സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ണ് തുറന്ന് സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കൽ സുന്നത്താണ്. മാത്രമല്ല സുജൂദിൽ പോകുമ്പോൾ സുജൂദിൽ പ്രത്യേകം കണ്ണ് തുറന്ന് സുജൂദിൽ സുന്നത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണ് അടച്ചിട്ടാണ് ഒരാൾക്ക് നിസ്കരിക്കൽ ഖുശൂ എങ്കിൽ, വലിയ ഭയഭക്തിയെങ്കിൽ അദ്ദേഹം കണ്ണടച്ച് നിസ്കരിക്കലാണ് നല്ലത്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെടുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഖുശൂ ആണല്ലോ വലുത് എന്നുള്ള നിലക്ക് അങ്ങനെ കണ്ണടച്ച് നിസ്കരിക്കാം. ഇനി നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ മുമ്പിലുള്ള ആളുകളുടെ ഡ്രസ്സിൻ്റെ ആകർഷണീയത കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ മറ്റ് മുസല്ലകളോ വിരിപ്പിൻ്റെയൊക്കെ പല ഫോട്ടോസ് നമ്മൾ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ, നമ്മൾ നിസ്കാരത്തിൽ അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ കുട്ടികളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളെ ശ്രദ്ധ പോകുമെങ്കിൽ അവിടെ കണ്ണടച്ച് നമ്മൾ നിസ്കരിക്കൽ സുന്നത്താണ് എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. അതേ സ്ഥാനത്ത് കണ്ണടക്കൽ നിർബന്ധമായ സാഹചര്യം വരുന്നത് കാണാം. ചിലപ്പോൾ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ല ഹറാമുകൾ കാണാൻ, ചിലപ്പോൾ വല്ല റോഡ് സൈഡിലുള്ള പള്ളിയാണെങ്കിൽ നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അന്യ സ്ത്രീകൾ പോകുന്നതോ അതുപോലെ എന്തെങ്കിലും ഹറാമുകൾ, ഹറാമായ ചിത്രങ്ങളോ മറ്റൊക്കെ കാണാനിട വരുന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കുന്ന ആൾ കണ്ണടക്കൽ നിർബന്ധമാണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാം. കണ്ടില്ലേ? അപ്പോൾ കണ്ണടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കണ്ണ് തുറന്ന് നിസ്കരിക്കൽ അത് ഒരുപാട് നല്ലതാണ്, സുന്നത്തുകൾ നമുക്ക് കിട്ടാൻ കാരണമാണെങ്കിലും ഖുശൂ വരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ കണ്ണടച്ച് നിസ്കരിക്കുന്നത് നമ്മൾ കാണാറ്. ചില ആളുകൾ കണ്ണടക്കുന്നു തുറക്കുന്നു, കാരണം ഇങ്ങനെ മറ്റൊരു ചിന്തകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെയും ചെയ്യുന്നത് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതൊന്നും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വലിയ മസലകളായിട്ട് അത് പറഞ്ഞ് നിസ്കാരത്തിൽ ഉറങ്ങുകയാണെന്നുള്ള രീതിയിലൊന്നും നാം അതിന് പറയേണ്ടതില്ല എന്നാണ് ഇന്നത്തെ അറിയാത്ത അറിവുകളിലൂടെ പുതിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു അറിവുകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.